ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നദികൾ, അതായത് സിന്ധു നദിയുടെ പോഷക നദികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു പോഷക നദി കൂടി ആയിട്ടുണ്ടെങ്കിൽ സിന്ധുവിൻ്റെ പോഷക നദികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോഷക നദിയാണ് ജലം നദിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് ഹിമാനിയിൽ നിന്നാണ്. ജലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് ചിനാബ് നദിയിലാണ് പോയി പതിക്കുന്നത്. ഓക്കെ, അതുപോലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജലം നദിയാണ്. വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഏത്? നമ്മുടെ ജലം നദി എന്ന് പറയുന്നത്. അതുപോലെ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ യുദ്ധം നടന്നത് ഈ ജലം നദിക്കരയിലാണ്. എന്താണ്? അലക്സാണ്ടറും പോറസ് രാജാവും. അത് ഏതാണ്? ഹൈഡാപ്പാസ് യുദ്ധം എന്ന് പറയും. അത് നടന്നത് ഈ ജലം നദിയുടെ തീരത്താണെന്ന് ഓർക്കുക. അതുപോലെ കിഷൻ ഗംഗ, ഉറി ഈ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്. കിഷൻ ഗംഗയും ഉറിയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജലം നദിയിലാണ്. ഈ കിഷൻ ഗംഗ എന്ന് പറയുന്നത് ജലം നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അപ്പോൾ ഈ കിഷൻ ഗംഗ നദിയിൽ തന്നെയാണ് ഈ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉറിയും കിഷൻ ഗംഗയും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജലം നദിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ജലം നദി ഉത്ഭവിക്കുന്ന വെരിനാഗ് ഹിമാനിയിൽ നിന്നാണ്, പോയി പതിക്കുന്നു ചിനാബ് നദിയിൽ. ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ്. ദെൻ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ യുദ്ധം നടന്നത് ഇതിൻ്റെ നദിക്കരയിലാണ്. അതുപോലെ തന്നെ കിഷൻ ഗംഗ, അതുപോലെ തന്നെ ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സിന്ധുവിൻ്റെ പോഷക നദികളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.